ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്ത ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ നാമേ പറഞ്ഞാണ്ട്, ശക്തിയോട് നാമേ പറഞ്ഞാണ്ട്, എഴുന്നേറ്റ് നിൽക്കത്തില്ലെന്നും ബൈക്ക് ഓടിക്കരുതെന്നും വെയിറ്റ് എടുക്കരുതെന്നും പറഞ്ഞ എന്നെ ഇന്ന് പകൽ ഇതിനെ നടുവിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തൻ. ശക്തിയോട് നാമേ പറഞ്ഞാണ്ട് ഞാൻ പേറ്റിട്ട് ഭാരതീപുരം അവിടെ മീറ്റിങ്ങിൽ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ അവസാനത്തെ 14 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ച ക്ഷണം അനുസരിച്ച് അവിടെ പോയപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ ഒരു അഭിഷേകൻ മെസ്സേജ് ദൂത് പറഞ്ഞു. ആന്തരിക സൗഖ്യങ്ങളെ ദൈവം നൽകി തരുന്നു, അസ്ഥി സംബന്ധമായ വിഷയത്തിൽ ദൈവം വിടുതലായിരിക്കുന്നു. ഞാനത് ഏറ്റെടുത്തു. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്റെ പപ്പ റൈറ്റ് സൈഡ് പാർലസ് ആയി ബെഡിൽ കിടക്കുക, ഒന്നി കിടത്തുവാണെങ്കിൽ എന്നെ അതുപോലെ കിടത്തണം. അതല്ലെങ്കിൽ ദൈവത്തിന്റെ പുസ്തകം എടുക്കുന്നെങ്കിൽ എന്റെ നാട്ടിൽ നിവർത്തി ശുശ്രൂഷയ്ക്ക് ദൈവം എഴുന്നേൽപ്പിക്കണം. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളെ കിടന്നു. വൈകിട്ട് 5:45 പെട്ടെന്ന് റെഡിയായി. 6:30 മീറ്റിംഗിൽ ഞാൻ ഒരുങ്ങിച്ചെന്ന് ഞാൻ മറന്നതാണോ ദൈവം എന്നെ മറപ്പിച്ചതാണെന്ന് അറിയത്തില്ല. ഞാൻ കൊണ്ടുപോയ ബെൽറ്റ് അന്ന് ഇട്ടില്ല. ഞാൻ വശിപ്പ് കഴിഞ്ഞ് ഇരിക്കാൻ ചെന്നപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഞാൻ അന്നേരം മനസ്സിലാക്കി, ഞാൻ പ്രാർത്ഥിച്ച എന്റെ സ്വർഗം കേട്ടു. നാമേ പറയാൻ പറ്റുന്നുള്ളൂ. നാമേ പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ദൈവം മറുപടി നൽകി മടക്കി അയക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചാണ്. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, എന്റെ ദൈവം ആർക്കും ബാധ്യതയല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് പാടി, ആ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.